ഹലോ, നമുക്ക് പുറ്റിങ്ങൽ പൂരം, പരവൂര് പുറ്റിങ്ങൽ ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്ന ഒന്ന്. കുറച്ച് നാൾക്ക് മുമ്പ് ഭയങ്കരമായിട്ട് ഫേമസ് ആയതാണ്. ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. വെടിക്കെട്ടിൽ ഒരുപാട് പേര് മരിച്ച സ്ഥലമാണ്. ഇപ്പോഴും അതിൻ്റെ കേസൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പരവൂർ പുറ്റിങ്ങ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതാണ് ഞങ്ങളെല്ലാം കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്നാണ് പോയത്. ഞങ്ങൾ ബസ്സിലാണ് പോയത്. അവിടോട്ടൊക്കെ ഈ ഉത്സവ സമയത്തൊക്കെ ബസ്സിൽ പോണതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം വണ്ടി ഇങ്ങ് ഒതുക്കാനൊന്നും സ്ഥലമില്ല. മൈതാനത്തോട് നമുക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല. റോഡൊക്കെ ആണെങ്കിൽ വളരെ വീതി കുറഞ്ഞതാണ്. അതിൻ്റെ സൈഡിലൊന്നും ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം പ്രൈവറ്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങിയാൽ കുറച്ച് ദൂരം നടന്നാൽ ക്ഷേത്രം എത്തും. തിരിച്ച് ബസ്സിൽ അവിടെ വന്ന് ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് പോരുകയും ചെയ്യും കേട്ടോ. അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അമ്പലമൊക്കെ നല്ല സൂപ്പറായിട്ട് പൂക്കളുണ്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണ് കടൽ തീരം അടുത്തുണ്ടായതുകൊണ്ടായിരിക്കും മണ്ണ് മൊത്തം മറ്റേ മണൽ മണ്ണാണ് കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടെ പോയത് കേട്ടോ. എല്ലാവരും കൂടെ ബസ്സിൽ പോയതാണ്. അപ്പോൾ അമ്പലമൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പുറ്റിങ്ങലമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തിരുവാഭരണം എടുക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ കുറേ പടുക്കളൊക്കെ വരുന്നുണ്ട്. അവിടെ ഞാൻ സ്റ്റേജ് കണ്ടില്ലേ നിങ്ങൾ ആദ്യം തൊട്ടേ. അവിടെ ഇന്ന് ഭരണീരെന്നാണ് ഉത്സവം. ഞാനിത് അശ്വതിരെന്നാണ് പോയേക്കുന്നത്. അപ്പോൾ ഭരണീരെന്ന് വിധു പ്രതാപിൻ്റെ ഗാനമേള 8 മണിക്കുണ്ട് കേട്ടോ. അതിനുള്ള സ്റ്റേജ് ഒരുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി നിറച്ച ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കയ്യൊട്ടി കളിയൊക്കെ കണ്ട് നിൽക്കാൻ സ്ഥലമില്ല. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നിന്ന് കുറച്ചൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ആനകൾ, ഞാനൊരു 10-20ഓളം ആനകളോളം ഞാൻ എണ്ണി ഉണ്ടായിരുന്നു. പല സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതല്ലാതെ സൈഡിൽ കൂടെയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏതോ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ അത്രയും കൊണ്ട് ക്ലിയർ അല്ല. നമ്മുടെ ഫോണൊന്നും അത്രയും അങ്ങോട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം ഓരോരോ സംഘമായിട്ടാണ് നമുക്ക് ഓരോരോ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന എൻ്റെ ഫ്രണ്ടിൽ ഡാൻസ്, കൊട്ട്, മറ്റേ ശിങ്കാരിമേളം അതൊക്കെ ആക്കി എല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഉല്ലസിച്ചാണ് ആനകളെയൊക്കെ കൊണ്ടുവന്നത്. എനിക്ക് ആന ഇഷ്ടമാണ് കാണാൻ, പക്ഷേ എനിക്ക് കുറച്ച് പേടിയാണ്. എപ്പോഴാണ് ചൂട് സമയമൊക്കെ അല്ലേ, ഇവരെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിച്ച അവർക്കും അത് തിരിച്ച് നമുക്കും പണി കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇത്രയും ആൾക്കൂട്ടം കൂടെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു പേടിയാണ് കേട്ടോ. ഞങ്ങൾ സൈഡിലോട്ട് നിന്നു. ഈ ആന പോകുന്നതനുസരിച്ച് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇഷ്ടംപോലെ കടകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നല്ല ചെണ്ടമേളക്കാരും നല്ല സ്റ്റൈലിനല്ലേ അവരൊക്കെ കുട്ടുന്നത്, ഇങ്ങനെ പല താളത്തിലും താടിയും മറിഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല. ഞങ്ങൾ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ പരവൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവാണ് തിരിച്ച്. എന്തുമാത്രം ജനങ്ങളായിരുന്നു കേട്ടോ. നല്ലൊരു ഉത്സവമായിരുന്നു.